പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി ജോഗ്രഫി ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ക്ലാസ്സിലേക്ക് കിടക്കാം. ടേക്ക് എ ലുക്ക് അറ്റ് ദ കൊളാഷ് ബിലോ ആൻഡ് ഒബ്സർവ് ദ ടൈപ്സ് ഓഫ് സ്കാംസ് ദാറ്റ് ആർ ഹാപ്പനിങ് അറൗണ്ട് അസ്. നമുക്ക് ചുറ്റിലും കാണുന്ന പല സ്കാമുകളും പല പറ്റിപ്പുകളും പല തട്ടിപ്പുകളുമാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഈ കൊളാഷിൽ കാണുന്നത്. പണയ സ്വർണ്ണ തട്ടിപ്പ്, ധനകാര്യ സ്ഥാപന ഉടമ അറസ്റ്റിൽ, AC വാങ്ങി 4-ാം ദിവസം കേടായി, സർവീസ് നിഷേധിച്ച കമ്പനിക്ക് 75,000 രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ഉത്തരവ്, ഓൺലൈൻ ഷോപ്പേഴ്സ് ബിവെയർ, ഫ്രോഡ് കേസസ് ഓൺ ദ റൈസ്. ഓൺലൈനിൽ സാധനം വാങ്ങുന്നവരൊക്കെ സൂക്ഷിച്ചോളൂ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ലിങ്കൊക്കെ കണ്ടിട്ട് വാങ്ങുന്നവർ. പല ഫ്രോഡ് കേസുകളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കുറേ തട്ടിപ്പ് കേസുകളുണ്ട്. ഓൺലൈനിൽ വാങ്ങിയ സ്മാർട്ട് വാച്ചിൻ്റെ നിറം മാറി 30,000 രൂപ നഷ്ടപരിഹാരം വിധിച്ച് ഉപഭോക്തൃ കോടതി. വീട്ടമ്മയ്ക്ക് ഹോട്ടലുടമ നഷ്ടപരിഹാരം നൽകണം. കസ്റ്റമേഴ്സ് അക്യൂസ് റിയൽ എസ്റ്റേറ്റ് ജയൻ്റ് അലയൻസ് ഗ്രൂപ്പ്സ് ഓഫ് ചീറ്റിംഗ്. എന്താ ചെയ്യുക, ഈ പറയുന്ന റിയൽ എസ്റ്റേറ്റ് പരിപാടികൾ, ഈ സ്ഥലം വാങ്ങുക വിൽക്കുക അങ്ങനത്തെ പരിപാടികളിൽ ചീറ്റിംഗ് നടന്നിരിക്കുന്നു. 2.6 ലക്ഷം രൂപയുടെ സൈബർ തട്ടിപ്പിനു എന്നൊക്കെ പറഞ്ഞിട്ടൊരു കേസ് കാണാം. നിക്ഷേപിച്ച തുക തിരികെ നൽകിയില്ല. തൃശ്ശൂരിലെ വീട്ടമ്മയ്ക്ക് 49,50,000 രൂപയും 9% പലിശയും നൽകാൻ വിധി. ഇങ്ങനെ ഒരുപാട് ആളുകളെ ഈ തരത്തിൽ ഈ പറയുന്ന കൺസംഷനിടയിൽ പറ്റിക്കുന്ന, ചീറ്റ് ചെയ്യപ്പെട്ട ഒരുപാട് വാർത്തകൾ നിങ്ങൾ കാണാൻ പറ്റാറുണ്ട്. വി ഹാവ് കം അക്രോസ് സച്ച് ന്യൂസ് ഐറ്റംസ് ഇൻ പ്രിൻറ്റഡ് ആൻഡ് ഇലക്ട്രോണിക് മീഡിയ, ദ ബേസിസ് ഓഫ് വിച്ച് ഈസ് ദ വയലേഷൻ ഓഫ് കൺസ്യൂമർ റൈറ്റ്സ് ആൻഡ് ദ ചീറ്റിംഗ് ഓഫ് കൺസ്യൂമേഴ്സ്. അതായത് നിങ്ങളിപ്പോൾ ഈ കണ്ട വാർത്തകളൊക്കെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് മീഡിയ വഴിയോ അല്ലെങ്കിൽ TV വഴിയോ അല്ലെങ്കിൽ മൊബൈൽ വഴിയോ അല്ലെങ്കിൽ ഈ പത്രങ്ങൾ പ്രിൻ്റ് വഴി ചെയ്തു വരുന്ന മാധ്യമങ്ങൾ വഴിയൊക്കെ നിങ്ങൾ കാണുന്നത് ഈ കസ്റ്റമേഴ്സിൻ്റെ റൈറ്റ്സിനെ, കൺസ്യൂമർ റൈറ്റ്സിനെ എന്ത് ചെയ്തിരിക്കുകയാണ്, ചീറ്റ് ചെയ്തിരിക്കുകയാണെന്നുള്ളതാണ്, കബളിപ്പിക്കപ്പെട്ടിരിക്കുകയാണെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. സച്ച് ഇൻസിഡൻസ് ഓൾദോ ഓൺ എ സ്മോളർ സ്കെയിൽ ഹാവ് ബീൻ ഹാപ്പനിങ് ഇൻ അവർ കൺട്രി ഫോർ എ ലോങ് ടൈം. അപ്പോൾ ഇത് ഒരുപാട് ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ അത് ചെറിയ അളവിലും വലിയ അളവിലും ഒക്കെ എന്തുണ്ട് നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. മെനി ഇനീഷ്യേറ്റീവ്സ് ഹാവ് ബീൻ ടേക്കൻ ടു അഡ്രസ് ദം. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഇനീഷ്യേറ്റീവുകൾ, പരിപാടികൾ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബീയിങ് ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മൂവ്മെൻറ്റ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനീഷ്യേറ്റീവായിരുന്നു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മൂവ്മെൻറ്റ് നമുക്ക് നോക്കാം. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ ഇവിടെ മൂവ്മെൻറ്റ് എന്നാണ് പറയുന്നത്. മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗവൺമെൻറ് നടത്തുന്ന കാര്യമായിരിക്കില്ല, ആളുകൾ സംഘടിച്ചിട്ട് നടത്തുന്ന കാര്യമായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ജന്തർ മന്ദറിൽ CJP എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ജൻസികളുടെ മൂവ്മെൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് NTA പോലത്തെ നമ്മുടെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിലെ പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച, അതിൻ്റെ മന്ത്രി രാജിവെക്കണമെന്നാണ്. അപ്പോൾ അതൊരു സോഷ്യൽ മൂവ്മെൻറ്റാണ്. ഇത്തരത്തിൽ നടന്നുള്ള ഒരു മൂവ്മെൻറ്റുകൾ എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ മൂവ്മെൻറ്റ്, ആളുകൾ ചേർന്നിട്ട് നടത്തുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ അതാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അത് ഗവൺമെൻറ് പദ്ധതിയല്ല, അതൊരു കുറേ ആളുകൾ സംഘടിച്ച് നടത്തിയിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവാണ്. ഇത്തരത്തിൽ ആളുകൾ പറ്റിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ ഗവൺമെൻറ് ജാഗ്രത പാലിക്കണം, ഗവൺമെൻറ് ശ്രദ്ധയിൽ കൊണ്ടുവരണം, ഗവൺമെൻറ് അതിനെതിരെ വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് നടത്തിയിട്ടുള്ള പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ മൂവ്മെൻറ്റുകൾ, മുന്നേറ്റങ്ങളാണ് ഈ പറയുന്ന മൂവ്മെൻറ്റുകൾ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മൂവ്മെൻറ്റ്. പരീക്ഷയ്ക്ക് ചോദിക്കും. ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മൂവ്മെൻറ്റ് ഈസ് in India came into being with the formation of the Consumer Guidance Society of India in Mumbai in 1966. കുറച്ച് ആളുകൾ ചേർന്നിട്ട് 1966 1966 മുംബൈയിൽ, പഴയ ബോംബെയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു കൺസ്യൂമർ ഗൈഡൻസ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ടീം, നമ്മളൊരു അസോസിയേഷൻ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന് രൂപം കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരാണ് പിന്നീട് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പറയുന്ന കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മൂവ്മെൻറ്റ് എന്ന് പറയുന്ന മൂവ്മെൻറ്റിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ കൺസ്യൂമർ ഗൈഡൻസ് സൊസൈറ്റിയുടെ വരവോട് കൂടിയിട്ടാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മൂവ്മെൻറ്റ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 1966. ഇറ്റ് ഈസ് എ സോഷ്യൽ മൂവ്മെൻറ്റ് ഫോംഡ് ടു പ്രൊട്ടക്ട് ദ റൈറ്റ്സ് ആൻഡ് എൻഷ്യൂർ ദ വെൽഫെയർ ഓഫ് കൺസ്യൂമേഴ്സ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊരു സോഷ്യൽ മൂവ്മെൻ്റ് ആണ്, ഇത് ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ് എടുത്ത പരിപാടിയൊന്നുമല്ല. ഇതെന്താണ്, ഇത് ഒരു സാമൂഹികപരമായിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ്. അതിന് അങ്ങനെ ഒരു സോഷ്യൽ ആൾക്കാർ ചേർന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പല സമരങ്ങൾ നടക്കാറുണ്ട് അല്ലേ, ഇപ്പോൾ PSC ഉദ്യോഗാർത്ഥികൾ നടത്തുന്ന സമരം പോലെ. അപ്പോൾ അത് ഒരു എല്ലാവരുടെയും പ്രശ്നമായതുകൊണ്ട് എല്ലാവരും കൂടെ ഏറ്റെടുത്ത് നടത്തിയൊരു കാര്യമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രൊട്ടക്ട് ദ റൈറ്റ്സ് ആൻഡ് എൻഷ്യൂർ ദ വെൽഫെയർ ഓഫ് കൺസ്യൂമേഴ്സ്. നമ്മളെല്ലാവരും കൺസ്യൂമേഴ്സാണ്, കസ്റ്റമേഴ്സാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ റൈറ്റ്സുകൾ, നമ്മളാരും ഇത്തരത്തിൽ പറ്റിക്കപ്പെടാൻ പാടില്ല. അപ്പോൾ നമ്മുടെ റൈറ്റ്സുകൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ, നമ്മൾക്ക് നല്ല വെൽഫെയറോട് കൂടിയിട്ട്, അതായത് നല്ല ഹാപ്പിലി, നമുക്ക് ക്ഷേമത്തോട് കൂടിയിട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാനും ഒക്കെ പറ്റണം
എന്ന ആവശ്യമായിരുന്നു ഈ മൂവ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ദിസ് മൂവ്മെൻറ്റ് ഈസ് ലെഡ് ബൈ വേരിയസ് കൺസ്യൂമർ ഓർഗനൈസേഷൻസ്. അപ്പോൾ ഈ പറയുന്ന കൺസ്യൂമർ ഗൈഡൻസ് സൊസൈറ്റി മാത്രമല്ല, അതിലേക്ക് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള വേരിയസ് കൺസ്യൂമർ ഓർഗനൈസേഷൻസുകൾ വന്നു. അതായത് പല തരത്തിലുള്ള കൺസ്യൂമർ ഓർഗനൈസേഷൻസും ഇതിൽ ഭാഗമായിരുന്നു. ആൻഡ് ഇൻഡിവിജ്വൽസ് who work against firms or institutions that cheat consumers. കൺസ്യൂമേഴ്സിനെ പറ്റിക്കുന്ന, ചതിക്കുന്ന ഈ ഫേമുകൾക്കെതിരെ, കമ്പനികൾക്കെതിരെയും സ്ഥാപനങ്ങൾക്കെതിരെയും അവർക്കെതിരെ വർക്ക് ചെയ്യുന്ന പല വ്യക്തികളും, ഇൻഡിവിജ്വൽസും ഈ പറയുന്ന മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി. ദെയർ ഒബ്ജക്റ്റീവ്സ് ആർ ആസ് ഫോളോസ്. താഴെ പറയുന്നവയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട അവരുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ടു പ്രൊട്ടക്റ്റ് കൺസ്യൂമർ റൈറ്റ്സ്. എന്താണ്? കൺസ്യൂമറിൻ്റെ അവകാശങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുക. ടു പ്രിവെൻറ്റ് ഫ്രോഡുകൾ, അതായത് തട്ടിപ്പുകൾ തടയുക. പിന്നെന്താണ്? ടു എംപവർ കൺസ്യൂമേഴ്സിനെ കൂടുതൽ ശക്തി ഉള്ളവരാക്കി മാറ്റുക, കുറച്ചുകൂടെ ശക്തിപ്പെടുത്തുക. നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പറ്റിച്ചു കഴിഞ്ഞാൽ ആരുണ്ട്? ഈ പറയുന്ന പോലെ ധൈര്യമായിട്ട് ചെയ്യാം, നിങ്ങൾക്ക് നിയമങ്ങളുണ്ടായിരിക്കും, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുറച്ചും കൂടെ നിങ്ങൾ വെറുതെ നിങ്ങളുടെ കാശ് പോവില്ല എന്നുള്ള തരത്തിൽ കാണിക്കുന്ന ഒരു കാര്യം. അങ്ങനെ അവരെ എംപവർ ചെയ്യിക്കുക. ടു ലെജിസ്ലേറ്റ്, ഇതിൻ്റെ നിയമ നടപടികൾ സ്വീകരിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ ടു എൻഷ്യൂർ ദ ക്രെഡിബിലിറ്റി ഓഫ് അഡ്വർടൈസ്മെൻറ്റ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ പരസ്യങ്ങളിൽ വീണ്, ഓഫറുകളിൽ വീണിട്ട് നമ്മൾ ചതിയിൽപ്പെടാറുണ്ട്. അപ്പോൾ കാണുന്ന പരസ്യങ്ങളൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നത് തന്നെയാണോ, ഇവരൊക്കെ ഉള്ളത് തന്നെയാണോ ഈ പറയുന്നത്? എന്തായാലും പരസ്യത്തിൽ കുറച്ച് പൊടിപ്പും തോങ്ങലും കയറ്റിയിട്ടാണ് പറയുന്നതായിരിക്കുക. കാര്യം വാങ്ങിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണല്ലോ. അപ്പോൾ പരസ്യങ്ങളിൽ എത്രത്തോളം വിശ്വാസ്യതയുണ്ട് എന്ന് നോക്കുക. ടു എൻഷ്യൂർ റെപ്രസെൻറ്റേഷൻ ഓഫ് കൺസ്യൂമേഴ്സ് ഇൻ പൊളിറ്റിക്കൽ ഫോറംസ്. അതായത് പൊളിറ്റിക്കൽ ഫോറംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, രാഷ്ട്രീയമായിട്ടുള്ള നമ്മുടെ പാർലമെൻറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ഇലക്ഷൻ, ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ കൺസ്യൂമേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, അവരുടെ കാര്യങ്ങൾ ഉറപ്പുവരുത്തുക. കൺസ്യൂമേഴ്സ് ഇങ്ങനെ പലതരത്തിലും പറ്റിക്കപ്പെടുന്നുണ്ട്. അപ്പം രാഷ്ട്രീയ മേഖലകളിലൊക്കെ ഇതിനെ ശ്രദ്ധ കൊണ്ടുവരിക, ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് ഈ പറയുന്ന ഒബ്ജക്റ്റീവ്സ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളും നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. കൺസ്യൂമേഴ്സ് ബി ഏബിൾ ടു കൺസ്യൂം വിത്ത് ഈസ് ആൻഡ് വിത്തൗട്ട് ബിക്കമിങ് എ വിക്ടിം ടു എക്സ്പ്ലോയിറ്റേഷൻ. കൺസ്യൂമേഴ്സിന് എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റണം, അവർക്ക് വളരെ ഈസി ആയിട്ട് വിത്തൗട്ട് ബിക്കമിങ് എ വിക്ടിം ടു എക്സ്പ്ലോയിറ്റേഷൻ, ചതിക്കപ്പെടാതെ, ചതിയുടെ ഒരു ഇരയാകാതെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം, സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ വേണ്ടി പറ്റണം. ആൻഡ് ഫോർ ദിസ് ലീഗൽ ഹെൽപ്പ് ഈസ് നീഡഡ്. അപ്പോൾ അതിന് എന്ത് വേണം, നമ്മുടെ നാട്ടിൽ നിയമം ഉണ്ടായിരിക്കണം. നിയമങ്ങളൊന്നും ഇല്ലെങ്കിലോ നമ്മൾ പറ്റിക്കപ്പെടും. കാര്യം ഈ പറ്റിക്കുന്നവർക്ക് യാതൊരു പ്രശ്നവുമില്ല, അവർ പറ്റിച്ചുകൊണ്ടേയിരിക്കും. കാര്യം അവരെ പിടിക്കാൻ ആരുമില്ലല്ലോ. അതാണ്. ഓക്കെ. ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ ഇന്ത്യ ഓൺ 24 December 1986 following the adoption of the 1985 United Nations resolution containing guidelines on consumer protection. അത്രയും കാലം നമ്മുടെ നാട്ടിലൊരു നിയമം ഉണ്ടായിരുന്നില്ല കൺസ്യൂമേഴ്സിൻ്റെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ 1986 December 24, ഈ ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1986 December 24 നമ്മളൊരു ആക്ട് പഠിക്കുമ്പോൾ അതിൻ്റെ ഡേറ്റ് കൂടി ചേർത്ത് പറയും. അതായത് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇയർ. ഇവിടെ നമുക്ക് ഈ ഡിസംബർ 24 എന്ന് പറഞ്ഞ ഡേറ്റ് വേറൊരു ആവശ്യം കൂടിയുണ്ട്, അതിന് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും ഇന്ത്യയിൽ ആദ്യമായിട്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വരികയാണ്. എന്നാണ് വന്നത്? ഡിസംബർ 24, 1986 കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആക്ട് വരികയാണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 എന്നാണ് അതിൻ്റെ പേര്. അത് നിലവിൽ വന്നു, ഇൻ ടു ഫോഴ്സ്, അതിൽ നിലവിൽ വന്നു ഇന്ത്യയിൽ. അതെന്താണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കാലം നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ അതിലേക്ക് ഇന്ത്യയെ നയിച്ചത് ഫോളോയിങ് ദ അഡോപ്ഷൻ ഓഫ് 1985 യുണൈറ്റഡ് നേഷൻസ് റെസൊല്യൂഷൻ കണ്ടെയ്നിങ് ഗൈഡ്ലൈൻസ് ഓൺ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. നമ്മുടെ യുണൈറ്റഡ് നേഷൻസ്, അതായത് ഐക്യരാഷ്ട്രസഭ, ലോകരാഷ്ട്രങ്ങളുടെ ഒരു സംഘടനയാണ്. ഇന്ത്യ അതിലൊരു അംഗമാണ്. ഏകദേശം 200ഓളം രാജ്യങ്ങൾ ഈ യുണൈറ്റഡ് നേഷൻസിലെ മെമ്പേഴ്സാണ്. അപ്പം അവിടെ എടുക്കുന്ന തീരുമാനങ്ങൾ എല്ലാ രാജ്യങ്ങൾക്കും ബാധകമായിരിക്കും. അതിൽ മെമ്പേഴ്സായിട്ടുള്ള എല്ലാ രാജ്യങ്ങൾക്കും ബാധകമായിരിക്കും. അതിൽ മെമ്പേഴ്സ് അല്ലാത്ത വളരെ കുറച്ച് രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. എനിവേ, ഈ പറയുന്ന 1985 യുണൈറ്റഡ് നേഷൻസ്, ഐക്യരാഷ്ട്രസഭ ഒരു റെസൊല്യൂഷൻ, ഒരു നിയമം പാസ്സാക്കിയിരുന്നു. അവരുടെ ബാക്കിയുള്ള ഒരു പ്രമേയം, റെസൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു പ്രമേയം, അതിൽ മെമ്പേഴ്സായിട്ടുള്ളവരെല്ലാവരും പാലിക്കണം അല്ലെങ്കിൽ നടപ്പിലാക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രമേയം പാസ്സാക്കിയിരുന്നു, റെസൊല്യൂഷൻ പാസ്സാക്കിയിരുന്നു. അതിലെന്താ പറയുന്നത്? കണ്ടെയ്നിങ് ഗൈഡ്ലൈൻസ് ഓൺ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. എങ്ങനെയാണ് കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്, കൺസ്യൂമേഴ്സിനെ എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഒരു നിയമം
കൺസ്യൂമേഴ്സിനെ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടതെന്ന് പറയുന്ന ഒരു നിയമം പാസ്സാക്കിയിരുന്നു, അല്ലെങ്കിൽ പ്രമേയം പാസ്സാക്കിയിരുന്നു. അത് എല്ലാ രാജ്യത്തും നടപ്പിലാക്കണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, നിർദ്ദേശിച്ചിട്ടുണ്ട്. നിർബന്ധമൊന്നുമില്ല, നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് 1986 ഡിസംബർ 24, 1985 യുണൈറ്റഡ് നേഷൻസ് ഈ ഒരു സംഭവം പാസ്സാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് 1986 ഡിസംബർ 24 എന്ത് ചെയ്തു? ഇന്ത്യ UN പറഞ്ഞത് പ്രകാരം ഇന്ത്യയിൽ ആ നിയമം പാസ്സാക്കി. മനസ്സിലായോ? അങ്ങനെയാണ് ആ നിയമം വരുന്നത്. ടു കൊമമറേറ്റ് ദ ഇവൻറ്റ്. അപ്പോൾ ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതിനോടുള്ള ആദരസൂചകമായിട്ട്, കൊമമറേറ്റ് അതിൻ്റെ ഒരു ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിനോടുള്ള ആദരസൂചകമായിട്ട് 24 ഡിസംബർ ഈസ് ബീങ് ഒബ്സർവ്ഡ് ആസ് നാഷണൽ കൺസ്യൂമർ ഡേ. അതായത് 24 ഡിസംബർ 1986 ഇത് വന്നത്. അപ്പോൾ ആ സംഭവത്തിൻ്റെയോടുള്ള ഒരു ആദരസൂചകമായിട്ട് ഇന്ത്യയിൽ നമ്മുടെ നാഷണൽ കൺസ്യൂമർ ഡേ ആയിട്ട്, ദേശീയ ഉപഭോക്തൃ ദിവസമായിട്ട് ഡിസംബർ 24 എന്ത് ചെയ്തു വരുന്നു? ഒബ്സർവ് ചെയ്ത് വരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 അതിൻ്റെ ചില പ്രത്യേകതകളും ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എനിവേ താങ്ക് യു സോ മച്ച്. അപ്പോൾ ചെറിയൊരു പോർഷനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് വരാം.